ബ്രഹ്മമുഹൂർത്ത സമയത്ത് ധ്യാനം എങ്ങനെ ചെയ്യണം? ആ സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യരുത്? ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ ബ്രഹ്മമുഹൂർത്തത്തിനെ പറ്റി 2-3 വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് പേര് കാണുകയും കമൻസിലൂടെ അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ ബ്രഹ്മമുഹൂർത്ത സമയമായ 3 മണിക്ക് ശേഷം എഴുന്നേറ്റ് ധ്യാനം ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ മറ്റെന്ത് സമയത്താണ് ഞങ്ങൾ ധ്യാനം ചെയ്യേണ്ടത്? അങ്ങനെ ധ്യാനം ചെയ്യാമോ? അങ്ങനെ ചോദിച്ചവരുണ്ട്. വേറെ ചിലർ പറഞ്ഞത് വയസ്സായവരാണ് ഞങ്ങൾ, മരുന്നുകൾ കഴിക്കുന്നുണ്ട്, ഉറക്കം തന്നെ വൈകിയാണ് വരുന്നത്, ചിലപ്പോൾ ഉറങ്ങാൻ തന്നെ കഴിയുന്നില്ല, അപ്പോൾ ഈ ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് ധ്യാനം ചെയ്യാൻ ഞങ്ങളെക്കൊണ്ട് പറ്റുന്നില്ല, ഞങ്ങൾ എന്ത് ചെയ്യണം എന്നായിരുന്നു കുറേ പേരുടെ അഭിപ്രായം. അപ്പോൾ അവർക്കൊക്കെയും ഒരു കാര്യമാണ് ഞാൻ പറയാനുള്ളത്. ധ്യാനത്തിന് സമയങ്ങളോ കാലമോ എന്നൊരു നിയന്ത്രണം ഇല്ല. അതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ യുവാക്കളാണ്, ശരീരത്തിന് ഉന്മേഷമുണ്ട്, ആരോഗ്യമുണ്ട്. ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കാൻ കഴിയുന്നുവെങ്കിൽ തീർച്ചയായും ആ സമയത്ത് നിങ്ങൾ ധ്യാനം ചെയ്യണം. അതിന് ഉപേക്ഷ വിചാരിക്കരുത്. പക്ഷേ നിങ്ങളിപ്പോൾ പ്രായമുള്ളവരാണ്, പ്രായാധിക്യം ചെന്നവരാണ്, മരുന്നുകൾ കഴിക്കുന്നവരാണ്, ഉറക്കക്കുറവ് കാരണം വൈകിയാണ് ഉറങ്ങുന്നത് അങ്ങനെ പറയുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് രാവിലെ 6 മണിക്ക് കുളിച്ച് ധ്യാനം ചെയ്താലും അതിൽ യാതൊരു തെറ്റുമില്ല. അതേപോലെ ഒരു ചിലർ പറയാറുണ്ട് തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ അതിൽ പ്രശ്നമൊന്നുമില്ല എന്ന് വേണം പറയാൻ. കാരണം ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ പാടില്ലാത്തവർ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കുളിക്കാം, അതിൽ തെറ്റില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ ഇവിടെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ചെയ്യുന്ന പുറത്തുള്ള പ്രവൃത്തികളല്ല പ്രധാനപ്പെട്ടത്. ധ്യാനം എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക പ്രവൃത്തിയല്ല, അതൊരു ഇരിപ്പ് നിലയാണ്. എന്ന് പറഞ്ഞാൽ അതൊരു ബോധാവസ്ഥയാണ് ധ്യാനം. നമ്മളിപ്പോൾ ഒന്ന് പിന്നിലേക്ക് പോയി ജീവിതത്തിൽ കടന്നു വന്ന വഴികളെ ഒന്ന് ഓർത്തു നോക്കിക്കേ. മറ്റൊരു 5 വർഷം കഴിഞ്ഞ ശേഷം പിന്നോട്ട് നോക്കുന്നതായി നിങ്ങളൊന്ന് ചിന്തിച്ചേ. വീണ്ടും ഒരു 5 വർഷം കഴിഞ്ഞ് ജീവിതം തിരിഞ്ഞു നോക്കുന്നതായിട്ടൊന്ന് ചിന്തിച്ചേ. ആ ഓർമ്മകളെല്ലാം ഇന്നും നമ്മുടെ ഉള്ളിലുണ്ട് അല്ലേ? ഏതാനും ചില ഓർമ്മകൾ മാത്രമേ നമ്മൾക്ക് ഓർത്തെടുക്കാൻ പറ്റാതെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്ന ഓർമ്മകൾ ഒരിക്കലും നമ്മളെ പൂർണ്ണമായിട്ടും വിട്ടുപോകുന്നുമില്ല. കുറച്ചു നേരം ശാന്തമായി ഇരുന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഓർമ്മകളെല്ലാം പതിയെ മനസ്സിലേക്ക് ഉയർന്നു വരാൻ തുടങ്ങും അല്ലേ? നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കേ. അപ്പോൾ ഈ ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കുന്ന ഒരു പ്രവൃത്തിയല്ല അത്. അതൊരു അനുഭവാവസ്ഥയാണ്. നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഉള്ളിലെ ഒരു ഇരിപ്പ് നില, ഒരു ശാന്തമായ ഒരു ബോധമാണത്. ഈ ലോകം ഇന്ന് എത്രമാത്രം ശബ്ദത്തിലും തിരക്കിലും മാനസിക സമ്മർദ്ദങ്ങളിലുമാണ് നിറഞ്ഞിരിക്കുന്നത് അല്ലേ? ഈ ഭൂമിയിലെ ഒരു പുരുഷനായോ സ്ത്രീയായോ ജനിക്കുന്നതിന് മുൻപ് ആരായിരുന്നു? ഒരമ്മയുടെ ഗർഭപാത്രത്തിലെ ഒരു ശിശുവായി ഉണ്ടായിരുന്ന അവസ്ഥ. ആ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അവിടെ ഇത്രയും പോരാട്ടങ്ങളുണ്ടായിരുന്നോ? അവിടെ മനസ്സിൻ്റെ ഓട്ടപ്പാച്ചിലുകളോ ആർത്തലപ്പുകളോ ഉണ്ടായിരുന്നോ? വളരെ വലിയൊരു ശൂന്യതയായിരുന്നു അവിടെ അല്ലേ? നിശബ്ദതയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ നമ്മൾ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഒരു സമാധാനമായിരുന്നു. അവിടെ ചലനങ്ങളൊന്നുമില്ലായിരുന്നു, ആർത്തു വിളിക്കുന്ന മനസ്സില്ലായിരുന്നു, പോരാട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞ ജീവിതമില്ലായിരുന്നു. അപ്പോൾ ഈ ഭൂമിയിൽ ജനിച്ച ശേഷമാണ് മനസ്സിൻ്റെ ഈ ആർത്തലപ്പും ജീവിതത്തിൻ്റെ പോരാട്ടങ്ങളും ആരംഭിക്കുന്നത്. നമ്മൾ ഗർഭത്തിലുണ്ടായിരുന്ന സമയത്ത് മനം എന്നത് നമ്മളിൽ രൂപപ്പെട്ടിരുന്നോ? ഇല്ല. നമുക്ക് മനസ്സ് രൂപപ്പെട്ടിരുന്നോ ആ സമയത്ത്? അവിടെ ഒരു ശൂന്യത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ശൂന്യതയെ വീണ്ടും കണ്ടെത്തി ഇപ്പോൾ അനുഭവിക്കുന്നതിനാണ് ധ്യാനം എന്ന് പറയുന്നത്. വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലായെങ്കിൽ ഒന്ന് റീവൈൻഡ് അടിച്ചിട്ട് നിങ്ങൾ ഒന്നുകൂടെ കേൾക്കണം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ശ്വാസം എന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതകരമായ വരദാനമാണ്. ആ മൃദുവായ ശ്വാസത്തെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന ഓരോ നിമിഷവും അത് നമ്മളെ ധ്യാനത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ധ്യാനം ഒരു പ്രവൃത്തിയായിട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചാലും അത് നടക്കില്ല. രാവിലെ നിങ്ങൾ എഴുന്നേൽക്ക്.
അത് 3:30-നായിരിക്കാം, 4:30-നായിരിക്കാം, 5:30-നായിരിക്കാം. നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് എഴുന്നേൽക്കുക. ആരംഭ സമയത്താണ് ഞാൻ പറയുന്നത് കേട്ടോ. എഴുന്നേറ്റ് ഉടനെ കഴിയുന്നുവെങ്കിൽ നിങ്ങൾ തണുത്ത വെള്ളത്തിൽ ഒന്ന് കുളിക്കുക. തലവഴി കുളിക്കണം. അത് സാധിക്കാത്ത ഒരു അവസ്ഥയാണെങ്കിൽ ശരീരം മാത്രം കഴുകിയാലും മതി. തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോൾ കാലിൻ്റെ അറ്റത്ത് നിന്ന് തല വരെ ശരീരം മൊത്തം വെള്ളം സ്പർശിച്ചു പോകുന്ന രീതിയിൽ വേണം നിങ്ങൾ പൂർണ്ണമായിട്ട് കുളിക്കണം. കുറഞ്ഞതൊരു 10 മിനിറ്റ് വരെ കുളിച്ചാലും തെറ്റൊന്നുമില്ല, കുളിക്കാം. കുളിച്ച ശേഷം നിങ്ങൾക്ക് ജീവിതത്തിൽ സമ്പത്തും പണവും സ്ഥാനവും പ്രശസ്തിയും അങ്ങനെ അതൊക്കെ വേണമെന്നുള്ള ആഗ്രഹമാണെങ്കിൽ കിഴക്കോട്ട് മുഖം തിരിച്ച് ശാന്തമായിരിക്കുക. അതായത് എനിക്ക് പണം വേണം, പ്രശസ്തി വേണം, ഈ ഭൗതിക ലോകത്തിൽ ഉറച്ച നിലയിൽ ജീവിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമാണെങ്കിൽ കിഴക്ക് ദിശയിലേക്ക് നോക്കി ധ്യാനത്തിനിരിക്കാം. നിങ്ങൾക്ക് നിലത്തിരിക്കാം, സോഫയിലോ കസേരയിലോ എവിടെ ഇരുന്നാലും പ്രശ്നമില്ല. പക്ഷെ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ പുറകുതണ്ട് നേരെയായിരിക്കണം. അത് നിങ്ങൾ ധ്യാനത്തിൽ ജാഗ്രതയോടെ ഇരിക്കുന്നത് വരെ ശ്രദ്ധിക്കണം. ധ്യാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ശരീരം ചലിക്കുന്നത് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയാകും. പക്ഷേ ഉള്ളിലൊരു ബോധമുണ്ടാകും. അതുകൊണ്ട് ജാഗ്രതയോടെ ഇരിക്കുന്ന സമയത്ത് പുറകുതണ്ട് നേരെയായിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അസൗകര്യമാണെങ്കിൽ ഭിത്തിയിൽ ചാരിയിരുന്നാലും പ്രശ്നമൊന്നുമില്ല, കസേരയിലിരുന്നാലും പ്രശ്നമില്ല, സോഫയിലോ നിലത്ത് ഒരു വിരിപ്പ് വിരിച്ച് അതിലിരുന്നാലും തെറ്റൊന്നുമില്ല. പക്ഷേ ശരീരത്തിന് അനാവശ്യ ബുദ്ധിമുട്ടുകളോ സമ്മർദ്ദങ്ങളോ വരാതെ നോക്കണം, അത് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ വീട്ടിനുള്ളിലിരുന്ന് ധ്യാനം ചെയ്യാം. അതിനുശേഷം എനിക്ക് ദൈവിക കൃപ അനുഭവിക്കണം, എനിക്ക് ഈശ്വരശക്തിയെ ഉൾക്കൊള്ളണം, എനിക്ക് ഒരു പൂർണ്ണമായ ബോധാവസ്ഥയിലേക്ക് തിരിച്ചറിവിലേക്ക് വരണം എന്നൊക്കെയാണ് ആഗ്രഹം ഉള്ളതെങ്കിൽ നിങ്ങൾ പടിഞ്ഞാറോട്ട് മുഖം തിരിച്ച് ധ്യാനത്തിലിരിക്കണം. അപ്പോൾ ധ്യാനത്തിൽ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പ്രപഞ്ചശക്തി അനുഭവിക്കുവാൻ എന്തെങ്കിലും ചെയ്യണം എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആ നിമിഷം തന്നെ അതൊരു പ്രവൃത്തിയായിട്ട് മാറുകയാണ്. ഇവിടെ പ്രവൃത്തിയല്ല വേണ്ടത്, ഒരു ബോധാവസ്ഥയാണ് കിട്ടേണ്ടത്. ശ്വാസത്തെ മാത്രം ശ്രദ്ധിക്കുക. ധ്യാനത്തിനെ പറ്റി സിദ്ധർമാർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ അലയുന്ന ചിന്തകളെ നിർത്തിക്കഴിഞ്ഞാൽ ശ്വാസവും സ്വാഭാവികമായിട്ട് ശാന്തമാകും. ആ ശാന്തമായ പ്രാണശക്തിയെ സ്ഥിരമായ ബോധത്തോടെ നിലനിർത്തണം. ഇതാണ് സിദ്ധന്മാർ പറഞ്ഞ ധ്യാനം. ഈ ശ്വാസം തന്നെയാണ് പ്രപഞ്ചശക്തി. ഈ ശ്വാസത്തെ ആസ്പദമാക്കിയാണ് സിദ്ധന്മാരും അനേകം ആത്മീയ രഹസ്യങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. കുണ്ഡലിനി ശക്തിയാകട്ടെ, പ്രാണായാമമാകട്ടെ, എല്ലാം ഈ ശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളവയാണ്. നിങ്ങൾ ഈ ശ്വാസത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അതുമാത്രം മതി. അതേപോലെ മനസ്സിനെ ബലമായി നിയന്ത്രിക്കണം, ഒരു ചിന്തയെ പിടിച്ചു വയ്ക്കണം, ഒരു പ്രത്യേക കാര്യത്തെ മാത്രം ചിന്തിച്ചിരിക്കണം, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ധ്യാനം ചെയ്യാനിരിക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നാലും അടുത്തായിട്ട് ഒരു വിളക്കോ ദീപമോ തെളിയിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. മുസ്ലിം സുഹൃത്തുക്കളാണെങ്കിൽ സുഗന്ധമുള്ള ഒരു അഗർബത്തി തെളിയിച്ചു വയ്ക്കാം. ക്രിസ്തീയ വിശ്വാസികളാണെങ്കിൽ ഒരു മെഴുകുതിരി തെളിയിച്ചു വയ്ക്കാം. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, നിങ്ങളുടെ ശ്രദ്ധ ചിതറാതെ ഇരിക്കണം, അത്രയേ ഉള്ളൂ. വിളക്ക് തെളിയിക്കുന്നതിനോ അഗർബത്തി കത്തിക്കുന്നതിനോ മെഴുകുതിരി വയ്ക്കുന്നതിനോ പ്രത്യേകമായ ഒരു ദൈവിക രഹസ്യമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിബന്ധനകളോ ഒന്നുമല്ല അത്. ഞാൻ വിളക്ക് തെളിയിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്താണ്, വിദേശത്ത് ജോലി ചെയ്യുന്നു, പലരോടൊപ്പം കിടക്കുന്ന മുറിയിലാണ്, അവിടെ ഒറ്റയ്ക്കിരുന്ന് ധ്യാനം ചെയ്യാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ചെയ്യാം. വിളക്ക് തെളിയിച്ചാലേ ധ്യാനം ചെയ്യാനാവൂ എന്നൊന്നുമില്ല. വീട്ടിൽ സൗകര്യമുള്ളവർക്ക് വിളക്ക് കത്തിച്ച് ധ്യാനം ചെയ്യാവുന്നതാണ്. മാനസിക സമ്മർദ്ദം വളരെ കൂടുതലാണോ നിങ്ങൾക്ക്? മനസ്സെപ്പോഴും എന്തെങ്കിലും ഓർത്ത് സങ്കടപ്പെടുകയാണോ? അങ്ങനെയൊക്കെയാണെങ്കിൽ വെറുതെ ശാന്തമായി ഒന്ന് ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ വീട്ടിനുള്ളിൽ ഒരു പൂച്ച നിങ്ങൾ വളർത്തുന്നുണ്ട്. നിങ്ങൾ അറിയാതെ വാതിലടച്ച് നിങ്ങൾ പുറത്തു പോയി. 2 ദിവസം കഴിഞ്ഞാണ് നിങ്ങൾ തിരിച്ചു വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ വാതിൽ തുറക്കുമ്പോൾ ആ പൂച്ച നിങ്ങളെ നേരിട്ട് ആക്രമിക്കാൻ വരുമോ? അല്ലെങ്കിൽ അത് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമോ? അതിൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, പുറത്തേക്കത് എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടണമെന്നായിരിക്കും അല്ലേ? അതേപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും പ്രവർത്തിക്കുന്നത്. ഈ മനസ്സ് എന്തൊക്കെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? കഴിഞ്ഞ കാലത്തെ ചിന്തകൾ, ആഗ്രഹങ്ങൾ, നിറവേറാതെ പോയ മോഹങ്ങൾ, നിറവേറ്റപ്പെട്ട അനുഭവങ്ങൾ, അപമാനങ്ങൾ, വേദനകൾ, അന്യായങ്ങൾ, നമ്മൾ ചെയ്യാത്ത തെറ്റുകൾക്ക് കിട്ടിയ ശിക്ഷകൾ, ഇതെല്ലാം ഒരു ടേപ്പ് റെക്കോർഡർ പോലെ മനസ്സിൻ്റെ ആഴങ്ങളിൽ പതിഞ്ഞു കിടക്കുകയാണ്. അതിനെ സബ് കോൺഷ്യസ് മൈൻഡ് എന്നാണ് പറയുന്നത്.
നമ്മൾ ശാന്തമായി ഇരുന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ ആ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന ചിന്തകൾ പുറത്തേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നൽ പോലും വരാം. അവരവരുടെ ചിന്തകൾക്കനുസരിച്ച് അപകടം സംഭവിക്കുന്നത് പോലെ തോന്നാം. നമ്മുടെ അടുത്ത ആൾക്കാർക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന് പോലും ഭയം വരും. പക്ഷെ അത് നിങ്ങളല്ലെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ കടന്നുപോയ ജീവിതപാതയിലെ ചിന്തകളുടെ ഒരു അവശിഷ്ടങ്ങളാണതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ബോധപൂർവം മനസ്സിലാക്കണം. അവ പതിയെ പുറത്തേക്ക് പോകാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് ഓടുന്ന പൂച്ചയെ നമ്മൾ പിടിച്ചു വയ്ക്കുമോ? ഇല്ലല്ലോ. അതേപോലെ നമ്മുടെ മനസ്സിൽ ഓടുന്ന ചിന്തകളെയും പിടിച്ചു വയ്ക്കരുത്. അവ സ്വയം പുറത്തേക്ക് പോകട്ടെ. ചിലർക്കത് 1 മാസം എടുക്കാം, ചിലർക്കത് ഒരാഴ്ച കൊണ്ട് മാറും, മറ്റു ചിലർക്ക് 2 മാസമാകും. പക്ഷെ ഒരു ഘട്ടത്തിന് ശേഷം ആ ചിന്താപ്രവാഹങ്ങൾ ഒക്കെ ശമിച്ചു കഴിയുമ്പോൾ മനസ്സ് ശൂന്യമായ ഒരു സമാധാനത്തിലേക്ക് മാറുന്നത് നമ്മൾക്ക് മനസ്സിലാകും. ഞാൻ സിദ്ധരുടെ മാർഗമാണ് ഫോളോ ചെയ്യുന്നത്. പരമഹംസ യോഗാനന്ദയുടെ ക്രിയായോഗം പഠിച്ചിട്ടുണ്ട്. ഓഷോയുടെ ഡൈനാമിക് മെഡിറ്റേഷൻ അറിയാം. ഇവയൊക്കെ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ചെയ്യാം. പക്ഷെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം. ഏത് ആത്മീയ പ്രവൃത്തിയാണെങ്കിലും അതൊരു യാന്ത്രികമായിട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. യാന്ത്രികമാക്കരുത് അതിനെ. ധ്യാനം ചെയ്യുമ്പോൾ മനസ്സിലൂടെ ഓടുന്ന ചിന്തകളെ മാത്രം ശ്രദ്ധിക്കുക. ഒരു പ്രേക്ഷകനായിട്ട് ശൂന്യമായിട്ടിരുന്ന് കാണുക. ക്രിയായോഗം, ഈ യോഗം, ആ യോഗം എന്നൊക്കെ പലരും പഠിപ്പിക്കുന്നുണ്ട്. അവയെക്കുറിച്ച് അടുത്ത വീഡിയോകളിലൊക്കെ ഞാൻ തുടർന്ന് സംസാരിക്കുന്നതായിരിക്കും കേട്ടോ. ക്രിയായോഗം എന്താണ്? ഓം എന്ന ആ പ്രണവ മന്ത്രത്തെ എങ്ങനെ ഉപയോഗിക്കണം, അത് ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കും, ഇതെല്ലാം വാക്കുകളിൽ മുഴുവനായി പഠിപ്പിക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല. അത് അനുഭവിച്ചറിയേണ്ട വിഷയങ്ങളാണ്. എങ്കിലും അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെ അനുഭവിക്കാൻ സഹായിക്കുന്ന വഴികളെ ഞാൻ വീഡിയോ വഴിയായിട്ട് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ശ്രമിക്കാം. ഈ മാനസിക സമ്മർദ്ദം, മനക്കുഴപ്പം, ഭയം, അകത്തെ പോരാട്ടങ്ങൾ, ആരോ ഭീഷണിപ്പെടുത്തുന്നു, ആരോ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു, നിരവധി വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നു, ഇതെല്ലാം കടന്നുപോയ ശേഷം നിങ്ങളുടെ മനസ്സ് പഴയ പോലെ കട്ടിയായിട്ടിരിക്കില്ല. അത് പതിയെ മൃദുവാകാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ എന്തിനെ ആഗ്രഹിക്കുന്നുവോ, എന്തിനെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുവോ, എന്തിനെക്കുറിച്ച് നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുന്നുവോ അത് വേഗത്തിൽ ജീവിതത്തിൽ രൂപം കൊള്ളാൻ തുടങ്ങും. മനസ്സ് ശുദ്ധവും സമാധാനപരവുമായാൽ മന്ത്രജപം പോലും വേണ്ടെന്നാണ് പറയുന്നത്. മനസ്സിനെക്കുറിച്ചൊരു വലിയ സത്യമുണ്ട്. അതൊരു വലിയ അത്ഭുതകരമായ തൊഴിലാളിയാണ്, അതേസമയം വളരെ മോശമായ ഒരു യജമാനനുമാണ്. ആ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിനുള്ളിൽ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് മഹത്തായ ഒരു മനുഷ്യനെ വളരാൻ കഴിയും. പക്ഷേ നമ്മുടെ മനസ്സ് നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ തെറ്റായ ശീലങ്ങൾക്കും ആസക്തികൾക്കും അടിമകളായി പോകും. ഇതിനെ നിയന്ത്രിക്കാനായി വഴിയുണ്ടോ എന്ന് നമ്മുടെ മുൻഗാമികൾ പോലും അന്വേഷിച്ചതാണ്. അതുകൊണ്ടാണ് അവർ ധ്യാനവും തപസ്സും പോലുള്ള അങ്ങനെയുള്ള മാർഗങ്ങൾ കണ്ടെത്തി നമുക്ക് നൽകിയിരിക്കുന്നത്. നിങ്ങളും രക്ഷപ്പെട്ടുകൊള്ളുക എന്ന് പറഞ്ഞ്. ഇതെല്ലാം ഒരു അനുഭവം ആണ്. ഈ അനുഭവം ആരും പുറത്തുനിന്ന് പഠിപ്പിക്കാൻ കഴിയില്ല. പണം കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ വലിയ കോഴ്സുകൾ പഠിച്ചോ അല്ലെങ്കിൽ അനവധി ക്രിയകൾ അഭ്യസിച്ചിട്ടോ യഥാർത്ഥ അനുഭവം ലഭിക്കണമെന്നില്ല. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉദിക്കണം. നിങ്ങൾ തന്നെ അതിനെ ആഗ്രഹിക്കണം. നിങ്ങൾ തന്നെ അതിനായി സമയം മാറ്റിവെക്കണം. പ്രപഞ്ചശക്തിയെ അനുഭവിക്കുവാൻ സമയം മാറ്റിവെക്കാൻ പോലും നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ അത് അനുഭവിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചതിൻ്റെ ലക്ഷ്യം വെറുതെ വിവാഹം കഴിച്ച് കുട്ടികളെ വളർത്തി പണം സമ്പാദിച്ച് പേരും പ്രശസ്തിയും നേടി ജീവിക്കാനല്ല. ഈ ജന്മത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നാം എന്തിനാണ് ജനിച്ചത്? ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മറ്റൊരാൾ പഠിപ്പിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. നിങ്ങൾ തന്നെയാണത് അനുഭവിച്ച് മനസ്സിലാക്കേണ്ടത്. ജ്ഞാനികളും പണ്ഡിതന്മാരും എഴുത്തുകാരും പ്രഭാഷകരും ഇവരാരും പ്രഭാത സമയത്തെ വെറുതെ കളയുന്നവരല്ല. ബ്രഹ്മമുഹൂർത്തമെന്ന് പറയുന്ന പുലർച്ചെ 3 മണി മുതൽ 5 മണി വരെയുള്ള സമയം പുതിയ ശ്രമങ്ങൾക്കും സൃഷ്ടിപരമായ ചിന്തകൾക്കും ആഴത്തിലുള്ള അനുഭവങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ സമയമാണ്. സംഗീതജ്ഞരും എഴുത്തുകാരും പ്രഭാഷകരും നടന്മാരും വലിയ വിജയികളും സമ്പന്നരും ഇവരൊക്കെയും ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളിൽ തങ്ങളുടെ മനസ്സിനെ സമയം മാറ്റിവെച്ചവർ തന്നെയാണ്. അവരുടെ മനസ്സിനെ അവരുടെ നിയന്ത്രണത്തിൽ നിലനിർത്തിയവരാണ്. പക്ഷേ ഞങ്ങൾ ഇങ്ങനെ ജയിച്ചു എന്നവർ പറഞ്ഞാലും അത് കേട്ടാൽ മാത്രം മറ്റൊരാൾക്കത് മനസ്സിലാകില്ല. അതവർ അനുഭവിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ധ്യാനത്തിന് പ്രത്യേക മന്ത്രങ്ങൾ പോലും ആവശ്യമില്ല. സങ്കീർണമായ ചടങ്ങുകൾ ആവശ്യമില്ല. പ്രത്യേക ദൈവാരാധന പോലും നിർബന്ധമല്ല. ധ്യാനം എന്ന് പറയുന്നത് അതൊരു ഇരുപ്പ് നിലയാണ്, അതൊരു ബോധാവസ്ഥയാണ്. നിങ്ങളുടെ മനസ്സിനെ എത്രത്തോളം ശൂന്യതയിലേക്ക് കൊണ്ടുപോകുന്നുവോ അത്രത്തോളം നിങ്ങൾ മനസ്സിൽ വിതയ്ക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ വേഗത്തിൽ നടക്കാൻ തുടങ്ങും.
വളക്കൂറുള്ള ഒരു മണ്ണിൽ ഒരു വിത്ത് നട്ടു നോക്ക്. അതിന് വെള്ളവും വളവും മാത്രം അതിൻ്റെ കറക്റ്റ് സമയത്ത് നൽകിയാൽ മതി. ഈ പ്രപഞ്ചം ആ വിത്തിനെ ഏത് ലക്ഷ്യത്തിനായാണ് സൃഷ്ടിച്ചത് അതിനെ അത് സ്വാഭാവികമായിട്ട് നിർവഹിക്കും. അതേപോലെ തന്നെയാണ് മനുഷ്യജീവിതവും. കർമ്മഫലങ്ങൾ കൊണ്ട് ദുഃഖങ്ങളും വേദനകളും ഉണ്ടായാൽ പോലും അവയെല്ലാം കുറച്ചെങ്കിലും മറികടന്ന് നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളെ സഫലമാക്കുവാൻ വേണ്ടി ഈ പ്രപഞ്ചം ചില വാതിലുകൾ തുറന്നു തന്നിട്ടുണ്ടാകും. നിങ്ങൾ ഒരു കാര്യത്തെ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് മനസ്സിലാകാത്ത വലിയ വാക്കുകളിലൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉപയോഗിക്കാത്തത്. മന്ത്രങ്ങളോ സങ്കീർണമായ ആചാരങ്ങളോ അവയെല്ലാം ഉപയോഗിച്ച് നിങ്ങളെ ഒന്ന് കുഴച്ചു മറിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബ്രഹ്മമുഹൂർത്ത സമയത്ത് കടങ്ങൾ തീരണം, പണം വരണം, പ്രഭാവത്തോടും മാന്യതയോടെയും ജീവിക്കണം എന്നുള്ള ആഗ്രഹമാണെങ്കിൽ നിങ്ങൾക്കുള്ളിൽ ഉള്ളതെങ്കിൽ കിഴക്കോട്ട് മുഖം തിരിച്ച് ധ്യാനത്തിൽ ഇരിക്കുക. എനിക്ക് ഭൗതിക നേട്ടങ്ങൾ വേണ്ട, ദൈവിക കൃപ വേണം, ഉയർന്ന ബോധാവസ്ഥ വേണം, പ്രപഞ്ചശക്തിയെ അനുഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ പടിഞ്ഞാറോട്ട് മുഖം തിരിച്ച് ഇരിക്കുക. നിങ്ങളുടെ മനസ്സിലൊരു വിത്ത് നട്ടാൽ മാത്രം മതി. മനസ്സ് ശൂന്യമായ ഒരു വയലായിട്ട് മാറും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും അകക്കാഴ്ചകളിൽ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളും നിങ്ങളുടെ സ്വയപ്രകടനങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം ജീവിതത്തിൽ യാഥാർത്ഥ്യമായി വരാൻ തുടങ്ങും. ബ്രഹ്മമുഹൂർത്ത സമയം ഉപയോഗിച്ച് ധ്യാനം ചെയ്ത് ആരുടെയെങ്കിലും ജീവിതം മാറിയതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സാക്ഷി ഞാൻ മാത്രമാണ്. ഞാൻ മാത്രമാണ്. എനിക്ക് വലിയ പഠിപ്പോ ലോകവിജ്ഞാനമോ ഒന്നുമില്ല. ആത്മീയതയെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ വലിയ അറിവുമില്ലായിരുന്നു. പക്ഷേ ഒരു കാര്യമെങ്കിലും എനിക്കറിയാമായിരുന്നു. അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം എന്നൊരാഗ്രഹം. അതും ഈ ധ്യാനാവസ്ഥയിലൂടെ ഞാൻ അനുഭവിച്ച സത്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതുമാത്രമല്ല, എൻ്റെ പല ശാരീരിക അസ്വസ്ഥതകളും അസുഖങ്ങളും എനിക്ക് മാറിയതുപോലും എന്നെ വീണ്ടും ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് പോലും ഈ ധ്യാനമാർഗമാണ്. അതേപോലെ പലർക്കും ഈ ഒരു അനുഭവം പറയാനുണ്ടാവും. ചികിത്സയിലൂടെയാകാം, ആത്മീയതയിലൂടെയാകാം, ദൈവാരാധനയിലൂടെയാകാം, ധ്യാനത്തിലൂടെയാകാം. പക്ഷെ അവരിലെല്ലാം പലർക്കും ഒരു സാമ്യമുണ്ടായിരുന്നു. അവർ ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേറ്റിരിക്കുന്ന ആൾക്കാരായിരുന്നു. അവർ ആ സമയത്ത് എഴുതി ധ്യാനം ചെയ്തു, പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഹൃദയം ആഗ്രഹിച്ച് എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് ചെയ്തു. അപ്പോൾ അത്ഭുതം സൃഷ്ടിക്കുന്ന ആ ഒരു പ്രഭാതം തന്നെയാണ് ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പല വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റാൽ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അത്ഭുതകരമായിട്ട് കിട്ടും എന്ന് പറയാനാകില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പ് ഞാൻ പറയാം. ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്നതിൽ സന്തോഷത്തോടെ നിങ്ങൾക്ക് എന്താണ് ഈ അവസ്ഥ ഇപ്പോഴുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സുഖമാകാം ദുഃഖമാകാം, ഏതവസ്ഥയാണെങ്കിലും ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു മനോഭാവം തീർച്ചയായിട്ടും ലഭിക്കും. അതാണ് വേണ്ടിയതും. ക്ഷമ വളരും നിങ്ങളിൽ, ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കൂടും, ചില രോഗങ്ങൾ പോലും കുറയും, മനസ്സിനകത്തൊരു തെളിച്ചമുണ്ടാകും. മനസ്സ് തെളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ചിന്തകളും ലക്ഷ്യങ്ങളും എല്ലാം കൂടുതൽ വ്യക്തമായിട്ട് യാഥാർത്ഥ്യമാകാൻ തുടങ്ങും. അതുകൊണ്ട് ഈ അത്ഭുതകരമായ ഈ പ്രഭാത സമയത്തെ ഉപയോഗിക്കുക. ബ്രഹ്മമുഹൂർത്തം മാത്രമല്ല, രാവിലെ 6 മണിക്ക് മുൻപ് ഏതെങ്കിലും കുറച്ച് സമയം ധ്യാനത്തിലിരുന്ന് നിങ്ങൾ നോക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ അത് അനുഭവിക്കാൻ കഴിയും. അതിനുശേഷം നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റിൽ വന്ന് പറ. ഇനിയും ധ്യാനത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. ക്രിയായോഗം എന്താണ്, പ്രാണായാമം എന്താണ്, സ്വയപ്രകടനം എന്താണ്, ഇതൊക്കെ അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക കമൻറ്റിലൂടെ. കൂടുതൽ ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ വിഷയവും പ്രത്യേകം വിശദമായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ എന്നാൽ കഴിയുന്നിടത്തോളം ഞാൻ ശ്രമിക്കും. അതെല്ലാം നിങ്ങളുടെ ഓരോ ചോദ്യങ്ങളും ഞാൻ എൻ്റെ ധ്യാനാവസ്ഥയിൽ, എൻ്റെ ബോധാവസ്ഥയിൽ ഞാൻ അത് മനസ്സിലാക്കി അതുവഴി ഞാൻ നിങ്ങളോട് അത് പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.